ഹലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ ചേട്ടായിക്കുള്ള ഗിഫ്റ്റ് എടുക്കാൻ പോകുന്നത്. ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ്. ഇന്ന് ചേട്ടയുടെ ബർത്ത്ഡേ ആണ്, ജൂൺ 4th. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് ആൾക്ക് ഇന്ന് പ്രത്യേകിച്ച് സർപ്രൈസ് ഒന്നും കൊടുക്കുന്നില്ല. നമുക്ക് 2 ദിവസം വെയിറ്റ് ചെയ്തിട്ട് വേണം ആൾക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നേരത്തെ തന്നെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആൾക്കൊരു ഗിഫ്റ്റ് സർപ്രൈസ് ആയിട്ട് കൊടുക്കണമെന്നുള്ളത്. അപ്പോൾ ആ ഗിഫ്റ്റ് ഞാൻ ഓൾറെഡി ഞാൻ മനസ്സിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആൾ എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആൾക്കൊരു സാധനം വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ടൊന്നും കൊടുക്കണമെന്ന് ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ അതുകൂടെ ഉൾപ്പെടുത്തി നമ്മളിപ്പോൾ ആളെ കൊണ്ട് തന്നെ നമ്മൾ ഗിഫ്റ്റ് ചൂസ് ചെയ്യിപ്പിക്കാൻ പോവാണ് കേട്ടോ. അതായത് ഒരു 3 വിഷ് ലിസ്റ്റ് ഞാൻ ഇവിടെ സെറ്റ് ആക്കിയിട്ടുണ്ട്. അതിൽ ഞാൻ മൈൻഡിൽ കണ്ടേക്കുന്ന ഒരു ഗിഫ്റ്റ് ഉണ്ട്. അപ്പോൾ ആൾ ഏത് ഗിഫ്റ്റാണ് ചൂസ് ചെയ്യുന്നത് നമുക്കിപ്പോൾ നോക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ജൂൺ 4th ഞാൻ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് ആളെ കൊണ്ട് ആ ഗിഫ്റ്റ് എന്താണെന്നുള്ളത് ഞാൻ എടുപ്പിക്കും. ഇപ്പോൾ ഞാൻ മനസ്സിൽ ഉദ്ദേശിച്ച ആ ഒരു ഗിഫ്റ്റ് അല്ല എങ്കിൽ പോലും ബർത്ത്ഡേ അന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചേക്കുന്നത് തന്നെ മേടിച്ചു കൊടുക്കാനാണ് കേട്ടോ ഞാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ആദ്യത്തേന്ന് പറയുന്നത് ഒരു ഹെഡ്സെറ്റ് ആണ്. കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ആൾക്ക് ഹെഡ്സെറ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെഡ്സെറ്റ് കംപ്ലൈൻ്റ് ആയിട്ട് കുറേ നാളായി. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ മനസ്സിൽ മെയിനായിട്ട് വെച്ചിരുന്നത് 2 ഗിഫ്റ്റായിരുന്നു. അതിലേതെങ്കിലും ഒരെണ്ണം എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മേടിച്ച് കൊടുക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇരുന്നത്. അപ്പോൾ ഒന്നെന്ന് പറയുന്നത് റിംഗ് ആണ്, ഒന്നെന്ന് പറയുന്നത് ഫോണാണ്. ഇപ്പം ഇപ്പോൾ റിംഗ് അല്ല ഫോൺ, രണ്ടിൽ ഏതെങ്കിലും ആൾ ചൂസ് ചെയ്താലും എൻ്റെ മനസ്സിൽ ഒരു കാര്യമുണ്ട്, അത് മേടിച്ച് കൊടുക്കാനായിട്ടാണ് ഞാനിരുന്നത് കേട്ടോ. ഹെഡ്സെറ്റ് പിന്നെ ആൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വിഷ് ലിസ്റ്റിൽ ആഡ് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നമുക്കിനി നോക്കാം ആൾ ഏതാണ് ചൂസ് ചെയ്യുന്നത്. ഞാൻ മൈൻഡിൽ കണ്ട സെയിം സാധനം തന്നെയാണോ? ആൾ അതല്ല ചൂസ് ചെയ്യുന്നതെങ്കിലും ഞാൻ മൈൻഡിൽ കണ്ട സാധനം മാത്രമാണ് ഞാൻ ആൾക്ക് മേടിച്ച് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം ആൾക്ക് ഇപ്പം നിലവിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അത് അത്യാവശ്യമായിട്ടും വേണ്ട ഒരു സാധനം എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റ് മേടിക്കുന്ന മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വേറൊരു ദിവസം നമ്മൾ ഗിഫ്റ്റ് മേടിക്കുന്നതിൻ്റെ അന്ന് നമുക്ക് പോയി കാണാം കേട്ടോ. വീഡിയോ ഷൂട്ട് ചെയ്ത് നമുക്ക് ലൈവായിട്ട് ആളെന്ന് സർപ്രൈസ് ചെയ്ത് ഞെട്ടിക്കാം. അപ്പോൾ ഇന്ന് ഞാനിപ്പോൾ പുറത്ത് വന്നിരുന്നാണ് ഇൻട്രോ വീഡിയോ എടുക്കുന്നത്. ഇനി വീടിനകത്ത് ചെന്നിട്ട് വേണം ആളെ കൊണ്ട് ഈ വിഷ് ലിസ്റ്റിൽ ഉള്ള ലിസ്റ്റിലുള്ള കാര്യങ്ങൾ നമ്മൾ ചൂസ് ചെയ്ത് ആൾക്ക് എന്താണോ ആൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നോക്കാം ആളെന്താ ചൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഞാൻ മൈൻഡിൽ ഒരു സാധനം മേടിച്ച് കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് വേറെ ഒന്നുമല്ല, ഒരു ഫോണാണ്. അപ്പം നിലവിൽ ആൾക്ക് ഒരു ഫോൺ അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു ഫോണാണ്. ഇപ്പോൾ ആൾ അത് തന്നെയാണോ ചൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ബാക്കി 2 സാധനങ്ങളാണോ വിഷ് ലിസ്റ്റിലുള്ള ചൂസ് ചെയ്യുന്നത് എന്നുള്ളതൊക്കെ നമുക്ക് ഇപ്പോൾ തന്നെ അറിയാം. അവിടെ നിൽക്കുക, സാധനം കാണിക്കാം, നീ അതിൽ സെലക്ട് ചെയ്യണം. ഈ 3 സാധനത്തിൽ നിന്ന് എന്തേലും ഒന്ന് സെലക്ട് ചെയ്ത് തൊട്ടാൽ മതി, വലിച്ചെടുക്കണ്ട കേട്ടോ. കാണാവോ? തൊട്ടാ മതിയേ, ഒരെണ്ണമേ. അതോ എടുക്കണ്ട, വിട്. അപ്പോൾ ഇതാണ്ട് ചേട്ടായി ഈ 3 ഇതിൽ നിന്ന് ഒരു സംഭവം സെലക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആൾ സെലക്ട് ചെയ്തത് ഈ ലാസ്റ്റത്തെ ഇതാണ് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ലാസ്റ്റത്തെയും ഇവിടെ നോക്കുമ്പോൾ ആദ്യത്തെ. അപ്പം ഇതെന്താണെന്ന് നോക്കാം. ഇതെന്താണെന്നുള്ളത് എനിക്കറിയാം, കാരണം ഞാൻ എഴുതി ഞാൻ വെച്ചിട്ടുള്ളതുകൊണ്ട് ഇതെന്താണെന്ന് എനിക്കറിയാം. അപ്പം ആളും ചൂസ് ചെയ്തേക്കുന്നത് ഫോൺ തന്നെയാണ്. അപ്പം ഞാൻ ഒത്തിരി ഹാപ്പിയായി, കാരണം ഞാൻ മനസ്സിൽ കണ്ട സാധനം തന്നെയാണ് ആളും ചൂസ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിൻ്റെ ബാക്കി കാര്യങ്ങൾ ഇനി വരും വീഡിയോസിൽ നമുക്ക് കാണാം. നമ്മൾ ആളെ കൊണ്ട് തന്നെ പോയി പർച്ചേസ് ചെയ്യാമെന്നാണ് ഞാൻ വിചാരിച്ചേക്കുന്നത്. ഹലോ. അപ്പോൾ നിങ്ങൾ ഇതുവരെയുള്ള വീഡിയോ കണ്ടില്ലേ? അപ്പോൾ ഇന്നാണ് കേട്ടോ നമ്മൾ ചേട്ടായിക്കുള്ള ഗിഫ്റ്റ് എടുക്കാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് ജൂൺ 7th ഫ്രൈഡേ. നമുക്കിന്ന് പുറത്ത് പോകേണ്ട ഒരു ആവശ്യമുണ്ട്, നമുക്ക് കുറച്ച് സാധനങ്ങൾ മേടിക്കാനുണ്ട്. അപ്പോൾ ആദ്യം ആ സാധനങ്ങൾ മേടിച്ചതിന് ശേഷം ആളെയും കൊണ്ട് ഫോൺ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. അപ്പം ആളെയും കൊണ്ട് ഷോപ്പിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് ഫോൺ നോക്കാൻ പോകാമെന്നുള്ള രീതിയിലാണ്, പറയാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇരിക്കുന്നത്. അപ്പോൾ ഇത് അവിടെ ചെന്നതിന് ശേഷം, ഷോപ്പിൻ്റെ അടുത്ത് ചെന്നതിന് ശേഷം മാത്രമേ അത് പറയത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് എത്രത്തോളം സക്സസ് ആകുമെന്നോ ഒന്നും എനിക്കറിയത്തില്ല. ഇതെല്ലാം ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങളാണ് ഇതിൽ. അതുകൊണ്ട് തന്നെ നമുക്കിത് നേരത്തെ ഒന്നും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നോക്കാം ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് എങ്ങനെയാകും എന്നുള്ളത്. അപ്പോൾ നമുക്ക് എന്താണെങ്കിലും പോവാട്ടോ, പോയി നോക്കാം. അപ്പം നമ്മളിത് ഈ ഫോൺ മേടിക്കാൻ വേണ്ടി വന്നു കേട്ടോ ഷോപ്പിൽ. അപ്പോൾ എനിക്ക് മേടിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് ആളെയും കൊണ്ട് ഇപ്പോൾ ഷോപ്പിൽ കയറിയേക്കുന്നത് കേട്ടോ. പാവന്നിട്ട് അവിടെ നിന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ആളറിയുന്നില്ല ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഫോൺ മേടിക്കാൻ പോകുന്നതെന്ന് ഒരു കാര്യങ്ങളും ആൾക്കറിയത്തില്ല. എന്തോ ഭാഗ്യത്തിന് ആൾക്ക് ഒരു ഡൗട്ടും തോന്നിയിട്ടുണ്ടായിരുന്നില്ല. അതുമല്ല, ആൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫോൺ ഇപ്പം വീട്ടിൽ കൊണ്ടുപോയാലും നീ 2 ദിവസത്തേക്ക് ഫോൺ യൂസ് ചെയ്യേണ്ട, എടുത്ത് മാറ്റി വെച്ചേക്കണം. അത് ഏറ്റവും വലിയ അനുഗ്രഹമായിട്ട് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ ഫോണൊക്കെ ആരെങ്കിലും മേടിച്ച് കഴിഞ്ഞാൽ യൂസ് ചെയ്യാതിരിക്കത്തില്ലല്ലോ. അപ്പോൾ ആൾ തന്നെ അങ്ങനെ പറഞ്ഞുകൊണ്ട് എനിക്കത് മാറ്റി വയ്ക്കാൻ പറ്റി.
പിന്നെന്താ, എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ആൾ പറയുന്നുണ്ട് കേട്ടോ, എനിക്കും ഗിഫ്റ്റ് ഒന്നും മേടിച്ചു തന്നില്ല, എൻ്റെ ബർത്ത്ഡേക്ക് ഒരു കേക്ക് പോലും മേടിച്ചു തന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു സർപ്രൈസ് പ്ലാനിങ്ങുള്ളതൊന്നും ആൾ അറിഞ്ഞിട്ടില്ല കേട്ടോ. ആളിതൊന്നും അറിയാതെ അവിടെ നിന്ന് വീഡിയോ എടുത്ത് തരുന്നുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് ആളെ കൊണ്ട് തന്നെ ഞാനത് മേടിപ്പിച്ചു കേട്ടോ.